ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, ബണ്ണിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹെയർ ബോ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോണത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ. അവരൊന്ന് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഏത് രീതിയിലാണ് വെൽവെറ്റ് ടൈപ്പ് ഉള്ളതെന്ന്. ഒത്തിരി ആളുകൾ നമ്മുടെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് വരുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർ കാണാം. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇത്. അതിൽ വെൽവെറ്റ് ടൈപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എങ്ങനെയാണ് കട്ടാക്കി എടുത്തിട്ടുള്ളതെന്നാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ നല്ലൊരു മെറ്റീരിയൽസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല. കാരണം ഞാൻ തൊട്ട് മുമ്പ് ഓർഡറിന് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കട്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു മെറ്റീരിയൽസിൻ്റെ സെൻട്രൽ ഭാഗത്തിലൂടെ ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ 2 പീസാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഹെയർ ബോ ചെയ്തെടുക്കാണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ പകുതിയെ 2 ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെറ്റീരിയൽസിൽ നിന്ന് എത്ര നിങ്ങൾക്ക് കിട്ടും? 4 ഹെയർ ബോ ചെയ്തെടുക്കാൻ പറ്റും ഒരു കളർ വെച്ചിട്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ വലിച്ച് നമ്മൾ പരിപാടി പെട്ടെന്ന് തീർക്കാതെ നമ്മൾ വീഡിയോയിൽ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേ സെയിം മെത്തേഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് വലിക്കാതെ. കാരണം നമ്മൾ ഓവറായി വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ സാറ്റിൻ്റെ ഹെയർ ബാൻഡ് യൂസ് ചെയ്യാതെ പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത് മെറ്റലിൻ്റെ ഹെയർ ബോയിൽ ചെയ്യാൻ നോക്കണം കേട്ടോ. മെറ്റലിൻ്റെ ഹെയർ ബോ നമ്മളെ കയ്യിൽ സിൽവറും ഗോൾഡും അവൈലബിൾ ആണ്. അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതിൽ കാണുന്ന ബീഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബണ്ണിൻ്റെ ഒരുപാട് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ഒത്തിരി മോഡൽസുകൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസിൽ ഏത് വർക്കാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് ഇനിയാണ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഹെയർ ബോ എടുക്കുക, എന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഏത് ഭാഗം നമ്മൾ മക്കളുടെ ചെവിയുടെ ഒരു ഭാഗത്തോട്ടായിട്ടാണല്ലോ ലാസ്റ്റ് എൻഡിൽ വരിക. അതിന് തൊട്ട് മുമ്പിലോട്ടായിട്ടാണ് നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അവിടെ നമ്മളൊന്ന് മെറ്റീരിയൽസ് അകവും പുറവും നോക്കിയിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. അകം ഉള്ളിലോട്ടാക്കിയിട്ട് പുറഭാഗം പുറത്തോട്ടാക്കിയിട്ട് ഒട്ടിക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓക്കെ ആയിക്കോളും വീഡിയോ കണ്ടതിന് ശേഷം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ഒത്തിരി ഗ്ലോവിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ആ എൻഡിൽ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ അത് വർക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തിലോട്ടും ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചുറ്റിയതിൻ്റെ പുറകിലായിട്ട് തന്നെ വീണ്ടും വീണ്ടും ചുറ്റാതിരിക്കാൻ നോക്കുക കേട്ടോ. കാരണം അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ കനമുള്ളത് പോലെ തോന്നും ചെയ്യും, ഫിനിഷിങ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുക, ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യുക. നമ്മൾ ആദ്യം ഫസ്റ്റിൽ ചുറ്റി, അത് ചുറ്റിയതിൻ്റെ എൻഡിലോട്ട് വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് അടുത്തത് നമ്മൾ ചുറ്റി കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റേത് എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടില്ല. ഒരു ഭാഗം കനം കൂടുതൽ, ഒരു ഭാഗം കനം കുറവായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടി ഞാനത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചുറ്റിയ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നതിന് ശേഷം രണ്ടാമത് ചുറ്റുമ്പോൾ അതിൻ്റെ എൻഡിൽ നിന്നും കുറച്ചൊന്ന് താഴോട്ടായിട്ടാണ് നമ്മളത് തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഫസ്റ്റ് ഭാഗം എന്ന് വിചാരിക്കുന്നത്. ബാക്കി അതേ സെയിം മെത്തേഡോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഒത്തിരി ലെങ്ത്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വേണം വർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. വീഡിയോയിൽ കാണുന്ന അതേ മെത്തേഡിൽ തന്നെ വർക്ക് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതിൽ വേറെ ഡിസൈനൊന്നും കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ആക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ആക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ ഞാൻ വേറൊരു ഡിസൈനും കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ B7000 ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ബീഡ്സ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇതൊരു മെക്കാനിക്കൽ ഗ്ലൂ ആണ്. ഏകദേശം ആളുകൾക്കൊക്കെ അറിയാവും. മൊബൈൽ ഷോപ്പുകളിലൊക്കെ നമ്മളുടെ ഡിസ്പ്ലേ ഒക്കെ നന്നാക്കി എടുക്കുന്നത് ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലൂവിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒത്തിരി എൻക്വയറീസ് നമുക്ക് വന്നിട്ടുള്ളതും ഈ ഒരു ഗ്ലൂവിനായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബോക്സൊക്കെ ആയിരുന്നു നമുക്ക് ഓർഡർ പോയിട്ടുണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ബീഡ്സ് എൻ്റെ ബീഡാണ്. ഈ എൻ്റെ ബീഡ് ഞാൻ പ്രത്യേക ഒരു ഷേപ്പോട് കൂടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ബീഡ്സിൽ നിന്ന് ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏത് ഡിസൈനിലോട്ടാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിൽ നമ്മൾ ബീഡ്സ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതേ സെയിം മെത്തേഡോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ഞാൻ പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ ഒരു ബണ്ണ് കട്ടാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു വെൽവെറ്റിൻ്റെ ബണ്ണ് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ വെച്ച് സെയിലാക്കാൻ പറ്റും കേട്ടോ. 10 രൂപക്ക് നിങ്ങൾ സെയിലാക്കുക. എല്ലാ എന്താ പറയുക അളവിനനുസരിച്ച്. ഇപ്പോൾ ഓരോ ബണ്ണിനും ഇപ്പോൾ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് പല റേറ്റോട് കൂടിയിട്ടും ഒരു മോഡലിൽ നമുക്ക് ബണ്ണ് കട്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വെൽവെറ്റ് ബണ്ണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു വെൽവെറ്റ് ബണ്ണ് നിങ്ങൾ 2.5 ഇഞ്ചിക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അത് 1.5 ഇഞ്ചിക്ക് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഓരോ ബണ്ണിൻ്റെ മെറ്റീരിയൽസും കിട്ടിക്കഴിഞ്ഞാലുടനെ നിങ്ങളത് പെട്ടെന്ന് ചാടി കട്ട് ചെയ്യാതെ ഒരു ബണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 1 രൂപയും 2 രൂപയും ഇപ്പോൾ ഈ ബണ്ണ് 1 രൂപ വെച്ച് കട്ടാക്കാൻ പറ്റൂല കേട്ടോ. ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് 1 രൂപ വെച്ച് കട്ടാക്കാൻ പറ്റാത്ത ബണ്ണാണ്. നിങ്ങൾക്ക് 3 രൂപ 5 രൂപ 10 രൂപ ആ റേറ്റിലൊക്കെ ഈ ഒരു ബണ്ണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അളവ് അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ കട്ട് ചെയ്യാം. നിങ്ങളെല്ലാം ഇപ്പോൾ ഈ ഒരു മോഡൽ എല്ലാം ഒരേ അളവ് തന്നെയാണ് നിങ്ങൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരേ ഒരു റേറ്റിന് തന്നെ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതായൊക്കെ പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നിങ്ങളെ കയ്യിൽ കിട്ടിയോ ആ മെറ്റീരിയൽസ് എല്ലാം കൂടി ആവശ്യത്തിന് പുറത്ത് മൊത്തത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. കാരണം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. ഇപ്പോൾ നൈലോണൊക്കെയാണ് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈലോൺ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് മൊത്തത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. കാരണം നിങ്ങളോട് ഇപ്പോൾ 1 രൂപേൻ്റെ ബണ്ണുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് 1 രൂപേൻ്റെ അളവിൽ ഇപ്പോൾ 1 രൂപേൻ്റെ നൈലോൺ ബണ്ണ് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 1.25 ഇഞ്ചിക്കൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പറ്റ കനം കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസ് വലിഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ പറയും മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി പ്രശ്നമാണെന്ന്. പക്ഷെ ഒരിക്കലും ക്വാളിറ്റിക്ക് ഒരു പ്രശ്നം വരില്ല. നമ്മളെ കട്ടിങ്ങിൽ വരുന്ന മിസ്റ്റേക്കാണ് കേട്ടോ. കട്ടിങ് നമുക്ക് പല രീതിക്കുള്ള കട്ടിങ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു റോളിൽ നിന്ന് പരമാവധി നമുക്ക് അതിൽ നിന്ന് കിട്ടണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. ഇപ്പോൾ ഒരു റോളിൽ നിന്ന് നമുക്ക് ഏകദേശം 10 പീസാണ് എടുക്കാൻ പറ്റുന്നതെങ്കിൽ ആ 10 പീസ് മാത്രം എടുക്കുക. ആ 10 പീസ് എടുക്കുന്നിടത്ത് നമ്മൾ 12 പീസ് 13 പീസ് എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമ്മളുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് വിചാരിക്കണം. ഒരു 10-15 ദിവസത്തോളമായിട്ടാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ട്. അപ്പോൾ ഇനി കൂടുതൽ വൈകില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ അവരുമായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം ഒത്തിരി ആളുകൾക്കുള്ള സംശയമാണ്. ഒത്തിരി ആളുകൾ നമ്മളോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നിരാശപ്പെടുത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണാൻ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ. മെറ്റീരിയൽസ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ബീഡ്സിൽ ഞാൻ സെലക്ട് ആക്കി എടുത്തിട്ടുള്ളത് എൻ്റെ ബീഡും ഹാർഡ് ബീഡും ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഓൾറെഡി കയ്യിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഇതുപോലെ വർക്ക് ചെയ്ത് നോക്കുക. ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മടിയും കൂടാതെ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു ഡിസൈൻ എൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി പഠിച്ചതോ ഒന്നുമല്ല. എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ നല്ല രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പെട്ടെന്നുണ്ടാകുന്നത് നമുക്ക് ഓരോ ദിവസം വീഡിയോസ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ എന്ത് വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ്. കാരണം കൂടുതൽ ആളുകളും നമ്മൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള വെറൈറ്റീസ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് എൻ്റേത് ഏറ്റവും കൂടുതലായിട്ട് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്കും അല്ലാതെ പുതുതായിട്ട് വരുന്ന ആളുകൾക്കും ആവശ്യം ഈ ഒരു ഐറ്റംസാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരായിട്ടും അല്ലാത്തവരായിട്ടും ഒരുപാട് ആളുകൾ എന്നോട് കോൺടാക്ട് ചെയ്യാറുണ്ട്. ബണ്ണിൻ്റെ മെറ്റീരിയൽസൊക്കെ ഞങ്ങളടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അത് വെച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുമോ അങ്ങനെ ചോദിക്കണം. പിന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് വേറെ വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. കാരണം ചില ആളുകൾ മെസ്സേജുകൾ താഴോട്ട് പോയിട്ടുണ്ട് വാട്സപ്പിൽ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഒന്ന്
വീണ്ടും റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരാണ് എന്താണെന്നുള്ളതൊന്നും കൂടി മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് തോന്നുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടി പറയുകയാണ്, വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.